പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ മനോഹരമായ ഒരു കാഴ്ച കാണിക്കാനായിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് എടത്വ പഞ്ചായത്തിലുള്ള ഒരു സ്ഥലമാണ്. ഏതാണെങ്കിലും വളരെ സുന്ദരമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ വെള്ളത്തിലും കരയ്ക്കുമായി അണിനിരുന്നിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ വന്നു ചേർന്നിരിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ കൂടെ നിൽപ്പുണ്ട്. വടിയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. എന്താ വടിയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്? ആ, ചേട്ടൻ്റെ പേരെന്നാ? ലാലൻ. ചേട്ടൻ്റെ താറാവാണോ ഇത്? താറാൻ കുഞ്ഞുങ്ങൾ. ഇതിപ്പോൾ എത്ര ദിവസം പ്രായമായിട്ടുള്ളതാ? 30 ദിവസമായി. അപ്പം നിങ്ങൾ ഈ താറാൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത് എത്ര ദിവസം പ്രായമുള്ളപ്പോഴാണ്? ഒരു ദിവസം മാത്രം പ്രായമുള്ളൂ. അത് ശരി. അപ്പം എന്നിട്ട് നിങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിന് എല്ലാ തീറ്റയൊക്കെ കൊടുക്കുന്നത്? അത് ശരി. അപ്പോൾ എത്ര വർഷമായി ഈ പറഞ്ഞ പോലെ ഈ കൃഷിയിലേക്ക് ഇറങ്ങി? 20 വർഷമായി. നമ്മളെ ഈ പറഞ്ഞതുപോലെ ഈ താറാവ് കർഷകനായ ഈ ലാലൻ ചേട്ടൻ്റെ ആ നിപ്പ് തന്നെ വളരെ രസകരമായിട്ടാണ്. ഇത് വിശാലമായിട്ടുള്ള ഒരു കുട്ടനാട്ടിലെ ഒരു പാടശേഖരമാണ്. ഈ പാടത്തിന്റെ പേരെന്നാ ഇത്? മങ്കോട്ടപ്പാട്. ഇത് നന്നായിട്ട് വിളഞ്ഞു നിൽക്കുകയെന്നല്ലേ? അടുത്ത ആഴ്ച കൊയ്യുക. അപ്പൊ ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊണ്ടുവരുന്നത് തന്നെ ഈ കൊയ്ത്തുപാടത്ത് ഇറക്കാൻ? കൊയ്ത്തുദ്ദേശിച്ച് ഇറക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ കൊയ്ത്ത് കഴിഞ്ഞാൽ ഉടനെ കണ്ടത്തിലിറക്കാം? കണ്ടത്തിലിറക്കും. അത് ശരി. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇത് എന്താണ് ഈ നെല്ലും അതുപോലൊക്കെ ഉള്ള കാര്യങ്ങൾ തിന്നുന്ന പരുവാവും. ആ പരുവത്തിലാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. ഓക്കെ ഓക്കെ. അത് ശരി. നിങ്ങൾ ലാലൻ ചേട്ടൻ മാത്രമാണ് ഈ പരിപാടി ചെയ്യുന്നത്? അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ മറ്റാരെങ്കിലും ഈ പരിപാടി ചെയ്തിട്ടുള്ളവരാണോ? ചേട്ടന്മാർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കുടുംബത്തിൽ നേരത്തെ വല്ലവരും ചെയ്യുന്നുണ്ടായിരുന്നോ? ആ, അത് ശരി. ആ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ചേട്ടന്റെ ഒക്കെ അപ്പനും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നാ പറയുന്നത്? അങ്ങനെയാണോ പറഞ്ഞത്? അപ്പനും വല്യപ്പനും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന? ഒരുപക്ഷെ ഇത് ഇത് ഏതാണ്ട് ഒരു 100 വർഷത്തിന് അടുത്തായി. അതുകൊണ്ട് 75 വർഷത്തിന് മുകളിലായി കാണും എങ്ങനെ വിളിച്ചാലും, അല്ലേ? 75 വർഷത്തിന് മുകളിലായിട്ടുണ്ട് അവർ ഈ താറാവിന്റെ ഈ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണാം. ഇതിപ്പോൾ എന്തുകൊണ്ട് എത്ര താറാൻ കുഞ്ഞുങ്ങളുണ്ട്? ഇത് 4000. ഇവർ 4, 5 എന്നൊക്കെ പറയുന്ന 1000 വെച്ചിട്ടാണ്. അപ്പം 4000 താറാൻ കുഞ്ഞുങ്ങളുണ്ട് ഇത്. അപ്പം ഇതിന് കൊടുക്കുന്ന ഇപ്പം നിങ്ങളിവിടെ വരുമ്പോഴത്തേക്ക് ഈ ചെമ്മീനൊക്കെ കിടക്കുന്ന പോലെ തോന്നി. എന്താ അതാണ്? ചെമ്മീൻ്റെ തല ഇപ്പം കൊടുക്കുന്നത് അല്ലേ? ഓ, അത് ശരിയാണ്. അപ്പം ഓരോ പ്രായമനുസരിച്ച് ഇപ്പം എത്ര മാസം പ്രായം, എത്ര ദിവസം പ്രായമായിട്ടുണ്ട്? 30 ദിവസത്തിനടുത്തായി. ഇപ്പം വെള്ളത്തിൽ കുറച്ചെണ്ണം കിടക്കുന്നുള്ളൂ. അതിന് അങ്ങനെയാണ്? ആ, ചൂടായതുകൊണ്ട്. അപ്പം എല്ലാ ദിവസവും വെള്ളത്തിൽ ഇറക്കുമോ? ആ, കരയിലും വെള്ളത്തിലുമായിട്ടാണ് ഈ താറാൻ കുഞ്ഞുങ്ങളെ ഇപ്പം ഈ സമയത്ത് അവർ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ നിൽക്കുന്നതിൻ്റെ ചുറ്റുവട്ടം മുഴുവൻ താറാൻ കുഞ്ഞുങ്ങളാണ്. ഏതാണ്ട് 4000-ഓളം താറാൻ കുഞ്ഞുങ്ങൾ വളരെ അനുസരണയുള്ള പക്ഷികളായിട്ടാണ് 4 വശം നിൽക്കുന്നത്. കയ്യിലൊരു വടിയൊക്കെ ആയിട്ട് തന്നെ വളരെ രസകരമായിട്ട് തനി നാടൻ താറാവ് കർഷകനായിട്ട് തന്നെയാണ് പ്രിയപ്പെട്ട ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ലാലൻ ചേട്ടൻ നിൽക്കുന്നത്. കയ്യിലൊക്കെ വടിയൊക്കെ പിടിച്ചുകൊണ്ട് അദ്ദേഹം ഈ താറാങ്കൂട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുകയാണ്. ഇത് എത്ര സമയം ഇങ്ങനെ വെള്ളത്തിട്ട് നിർത്തി? 5:30 ആകുമ്പോഴത്തേക്ക് കയറ്റും. ഓക്കെ ഓക്കെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ താറാവ് കൃഷിയെ കുറിച്ച് എങ്ങനെ? താറാവ് കൃഷി നിങ്ങൾക്ക് ജീവിക്കാനുള്ള നടന്നു പോകും. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് പല സമയങ്ങളിലും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ താറാവ് ചാകുന്നെന്ന് കേട്ടോ. അതേ അത് ശരി. അതെന്നെ കൊല്ലാനായിട്ട് കാര്യം എന്താ? ഓ, അത് ശരി. അങ്ങനെ അസുഖം ബാധിച്ചതിന്റെ പേരിലാണ് കൊല്ലുന്നത്. ഓ, ശരി. അപ്പൊ ഇത് വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് നേരിടുന്ന ഒരു പ്രശ്നം കൂടിയാ അല്ലേ? 2014 തുടങ്ങിയ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ സാധനം എന്ന് പറയുന്നത് ഈ താറാൻ കുഞ്ഞുങ്ങൾ വലുതായി കഴിയുമ്പോഴത്തേക്ക് അതിന് പക്ഷിപ്പനി എന്ന് പറയുന്ന രീതിയിൽ ഈ പനി ഉണ്ടായിട്ട് അതിനെല്ലാം കൂടെ സർക്കാർ കൊല്ലുന്ന ഒരു അവസ്ഥയുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം 4000 താറാൻ കുഞ്ഞുങ്ങളുണ്ട്. അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഈ 4000 താറാൻ കുഞ്ഞുങ്ങളിൽ നമുക്ക് പൂവൻ പെട എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. ഇപ്പം നമുക്ക് 30 നിങ്ങൾ സാധാരണ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ 1000 താറാൻ കുഞ്ഞുങ്ങളെ നിങ്ങൾ വളർത്തി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എത്ര പൂവിന് എത്ര പെട സാധാരണ നിങ്ങളുടെ അനുഭവത്തിൽ? ചിലപ്പോൾ 500 പെടയും കാണും. രണ്ട് ഇതായിട്ടാണ്. അന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വളർത്തുന്ന ഇവരെ സംബന്ധിച്ചോളം ഇതിൻ്റെ ഏകദേശം പകുതി പൂവനും പകുതി പെടയുമായിട്ടായിരിക്കും അവർ സാധാരണ അവർക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം നിങ്ങൾ ഈ പൂവൻ താറാവിന് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇറച്ചിക്ക് വേണ്ടി കൊടുക്കും. അപ്പൊ നിങ്ങൾ പിന്നെ വളർത്തുന്നത് ഈ പെടത്താറാവിനെ മാത്രമാണ്? മുട്ടയിടിക്കാൻ വേണ്ടി. എത്ര നാൾ ഇതിനെ വളർത്തും നിങ്ങൾ? ഈ പറയുന്ന ഈ താറാൻ കുഞ്ഞുങ്ങൾ താറാവായി മുട്ട 2-3 മാസം നമ്മൾ കൊടുക്കും. ഏത് നമ്മൾ ഈ താറാൻ കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊണ്ടുവന്ന ഒന്നാമത്തെ ദിവസം മുതൽ 3 മാസം ആകുമ്പോഴത്തേക്ക് ഇതിനെ കൊടുക്കും. 3-3.5 മാസം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതിനെ കൊടുക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടാണ് ഈ താറാൻ കുഞ്ഞുങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അവർ കരയുന്നുണ്ട്, പരസ്പരം വർത്തമാനം പറയുന്നുണ്ട്, പല കാര്യങ്ങളുണ്ട്. കരയ്ക്ക് കുറച്ച് പേര്, വെള്ളത്തിൽ കുറച്ച് ആളുകളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഇതിന് കൃത്യമായിട്ടുള്ള രീതിയിൽ അതിന് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അതിനെ നോക്കിക്കൊണ്ടാണ് പ്രിയപ്പെട്ട ലാലൻ ചേട്ടൻ നിൽക്കുന്നത്. വളരെ മിടുമിടുക്കനായിട്ടുള്ള ഒരു താറാവ് കർഷകനാണ്. തൊട്ടു പുറകിൽ കാണുന്നത് വിളഞ്ഞ് പാകമെത്തിയിരിക്കുന്ന മങ്കോട്ടപ്പാടമാണ്. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവിടെ കൊയ്യും. ആ പാടത്തേക്ക് ഇറക്കാൻ പറ്റുന്ന പരുവത്തിലാണ് ഇവർ ഈ താറാവിനെ വളർത്തുന്നത്. ഏതാണെങ്കിലും ഈ ജോലിയിൽ അവർക്ക് കൂടുതൽ നന്നായിട്ട് അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.
മനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള നാടിൻ്റെ നന്മയുള്ള കാഴ്ചകളുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.